ഇസ്രയേലും അമേരിക്കയും കൂടി ചേർന്ന് ഫെബ്രുവരി 28 മുതൽ തുടങ്ങിയ എപ്പിക് ഫ്യൂറി എന്ന് പറയുന്ന ഒരു സംയുക്ത ആക്രമണം, ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. അതിന്റെ ഒരു കാര്യം ഇന്ന് നോക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഈ ഒരു യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആശങ്കകളാണ് ഇന്ന് അമേരിക്ക നേരിടുന്നത്. കാരണം എബ്രഹാം ലിങ്കൻ ഇപ്പോഴും വീണ്ടും ദിശ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു ഉപയോഗവും ഇല്ലാതെ അമേരിക്ക അതിനെ ഉപയോഗപ്പെടുത്താതെ ഭീഷണിയിൽ ആയിരിക്കുമ്പോൾ അത് വീണ്ടും ദിശ മാറ്റുകയാണ്. അതായത് എല്ലാം കൊണ്ടും ഒരു നാശത്തിലേക്ക് പോകുന്ന അമേരിക്കയാണ് കാണാൻ സാധിക്കുന്നത്. അമേരിക്കയ്ക്ക് ഒരിക്കലും ഒരു ലാഭം ഇതിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. എന്തായാലും ഈ ഒരു പശ്ചിമേഷ്യയെ ഭയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു യുദ്ധഭീതി പുകയുമ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വൻ ഒരു ഭൂകമ്പം സൃഷ്ടിച്ചിരിക്കുകയാണ് കമലാ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ. അതായത് അമേരിക്കൻ ജനതയുടെ താല്പര്യങ്ങൾ ബലി കഴിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപിനെ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് മനഃപൂർവ്വം വലിച്ചിഴക്കുകയായിരുന്നു എന്നാണ് കമലാ ഹാരിസിന്റെ ആരോപണം എന്ന് പറയുന്നത്. ഡിസ്ട്രോയിറ്റിൽ നടന്ന ഡെമോക്രാറ്റിക് പാർട്ടി ഫണ്ട് ശേഖരണ പരിപാടിയിലായിരുന്നു ട്രംപിനെയും നെതന്യാഹുവിനെയും ഒരുപോലെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന കമലയുടെ ഈ ഒരു ബോംബ് പ്രയോഗം നടന്നത്. മാത്രമല്ല അമേരിക്കൻ ജനത ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു യുദ്ധമുഖത്തേക്കാണ് ട്രംപ് രാജ്യത്തെ എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നിലവിൽ ഈ ഒരു യുദ്ധം തുടങ്ങിയപ്പോൾ യാതൊരു തരത്തിലുള്ള കാരണങ്ങളും ഇല്ലാതെയായിരുന്നു അങ്ങോട്ടേക്ക് ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ അല്ലെങ്കിൽ ഈ ആക്രമണത്തോട് ഒരിക്കലും യോജിക്കാത്ത കുറച്ച് ജനതകൾ അവിടെ തെരുവുകളിൽ ഇറങ്ങി പ്രതിഷേധം ഉന്നയിച്ചു. ഇതൊക്കെ വലിയൊരു തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം നെതന്യാഹു ആണെന്നാണ് കമലാ ഹാരിസ് ആഞ്ഞടിച്ചിരിക്കുന്നത്. നെതന്യാഹു ട്രംപിനെ ഇതിലേക്ക് വലിച്ചിഴച്ചതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാമെന്നും സ്വന്തം സൈനികരുടെ ജീവൻ അപകടത്തിലാക്കുന്ന നടപടിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് കമല പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ശരിയാണ്, ഈ ഒരു സംയുക്ത ആക്രമണം നടക്കുന്ന സമയത്ത് ഇറാനുമായിട്ട് ഈ ഇസ്രയേലിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, എന്നാൽ ഈ ആക്രമണം ഞങ്ങൾ നടത്തുകയാണെന്ന് പറഞ്ഞ് ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് ഈ പറയുന്നത് പോലെ തന്നെ ട്രംപിന്റെ അനുമതിയോടുകൂടി ഇസ്രയേൽ അവിടേക്ക് ഒരു ആക്രമണം നടക്കുകയാണ്. 3 രാജ്യങ്ങളാണ്. ഈ 3 രാജ്യങ്ങളിൽ 2 രാജ്യങ്ങൾ തമ്മിലാണ് പ്രശ്നം. ഈ മൂന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് ഇസ്രയേലിന് ഇറാനുമായിട്ട് പണ്ട് കുറെ പ്രശ്നമുണ്ടെങ്കിലും നിലവിൽ നടക്കുന്ന കാര്യങ്ങളോട് യാതൊരു തരത്തിൽ, അതായത് ഈ ഒരു കരാറ് ഒരു രംഗത്ത് കൊണ്ടുവരുന്നത് അമേരിക്കയും ഇറാനും തമ്മിലാണ് യുദ്ധം ഉള്ളത് എങ്കിൽ ഇതിലേക്ക് ഇസ്രയേലിന് യാതൊരു പങ്കുമില്ല എന്നതാണ്. പക്ഷേ സഖ്യകക്ഷികളാണല്ലോ, കൂട്ടാളികളാണല്ലോ. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അമേരിക്ക ഈ നടത്തുന്ന കാര്യങ്ങളിൽ ഇറാനെ ഒന്ന് ഭീതിപ്പെടുത്താൻ മറുവശത്ത് ഈ ഇസ്രയേൽ ഒരുക്കിയ ഒരു കെണിയായിരുന്നു ആ ഒരു ആക്രമണം എന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു ആക്രമണം യാതൊരുവിധ ആവശ്യവുമില്ലാതെയാണ് ഇസ്രയേൽ നടത്തിയത്. അതായത് 3ാം ഘട്ട ചർച്ച നടന്നതിന് ശേഷം 4ാം ഘട്ട ചർച്ചയിലേക്ക് കടക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായിട്ട് ഇറാനിലേക്ക് ഈ സംയുക്ത ആക്രമണം നടക്കുന്നത്. അതായത് അമേരിക്കയും ഇറാനുമാണ് പ്രശ്നം, പക്ഷെ അതിലേക്ക് ആക്രമണം നടത്തിയത് ഇസ്രയേലാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകാൻ കാരണമായത്. എന്നാൽ ഈ ഒരു ആക്രമണം നടന്നതിന് ശേഷം തന്നെ അമേരിക്കയെ പിടിവിടാതെ ഇറാന്റെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അതിൽ അമേരിക്കയ്ക്ക് വലിയ പ്രഹരങ്ങളാണ് ഉണ്ടായത്. മാത്രമല്ല അമേരിക്കയുടെ ലോകശക്തി എന്നുള്ള പദവി അവിടെ മാറുകയും ചെയ്തു. പല തവണയായിട്ട് ഇറാന് മുന്നിൽ മുട്ടുകുത്തുന്ന അമേരിക്കയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഈ ഹോർമുസിലെ ഉപരോധം നടക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ചർച്ച വേണം, സമാധാനം വേണം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ അമേരിക്ക രംഗത്തെത്തുന്നത്. പക്ഷേ അന്നും ഇന്നും ഇറാന്റെ നിലപാട് ഒന്നാണ്. കാരണം ഇറാൻ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇനി ഈ ഒരു ആരോപണം കമലാ ഹാരിസ് നടത്തിയപ്പോൾ അതിനെ പുച്ഛിച്ചു തള്ളുകയാണ് നെതന്യാഹു ചെയ്തത്. അതായത് താൻ ട്രംപിനെ യുദ്ധത്തിലേക്ക് നയിച്ചു എന്ന വാർത്തകൾ വെറും കെട്ടുകഥകളാണ് എന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സുരക്ഷ മുൻനിർത്തി മാത്രമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ് നെതന്യാഹുവിന്റെ വാദം. പക്ഷെ ഇത് നമുക്കറിയാം എങ്ങനെയാണ് ഈ ഒരു യുദ്ധം വന്നത്, എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്നൊക്കെ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഈ അന്താരാഷ്ട്ര നിരീക്ഷകർ കമലയുടെ വാക്കുകളെ ഗൗരവത്തോടെയാണ് കാണുന്നത്. കാരണം അതിൽ കുറച്ച് ഗൗരവമായുള്ള കാര്യങ്ങളുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. ട്രംപിന് മേൽ നെതന്യാഹുവിനുള്ള അമിത സ്വാധീനം പലപ്പോഴും ചർച്ചയായിട്ടുള്ളതാണ്. മാത്രമല്ല ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടപടി കടുപ്പിച്ചതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും ആശങ്ക ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 3 കാര്യങ്ങളാണ് നടക്കുന്നത്. ട്രംപിനെ വലിച്ചിഴക്കുകയാണ് നെതന്യാഹു, മനഃപൂർവ്വമാണ് ഈ യുദ്ധം ചെയ്തത് എന്ന് കമല പറയുമ്പോഴും അതിനെ പുച്ഛിച്ചു തള്ളുന്ന രീതിയിലേക്കാണ് ഈ നെതന്യാഹു വരുന്നത്. മാത്രമല്ല അത് വലിയ ചർച്ചയാകുന്നുണ്ട്. അതിനിടയിലും ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ തന്റെ നടപടികൾ
കടുപ്പിച്ചിരിക്കുകയാണ്. അത് പശ്ചിമേഷ്യയിൽ വീണ്ടും ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തൊക്കെ നിങ്ങൾ നടത്തിയാലും പറഞ്ഞാലും ഇറാന്റെ നിലപാട് അതേപോലെ തന്നെ പോകും. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയാണ്. ഇനി അമേരിക്കയെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇറാൻ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, അടച്ചിട്ടിരിക്കുന്ന ഹോർമുസ് കടലിടുക്കിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും ശത്രുപക്ഷത്തുള്ളവരായിട്ട് കണക്കാക്കി ആക്രമിക്കുമെന്നാണ് ഈ IRGC നേവി അറിയിച്ചിരിക്കുന്നത്. അതും ഒരു ഭയപ്പെടുത്തുന്ന കാര്യമാണ്. എന്തായാലും ഇറാൻ തുറമുഖങ്ങളിലേക്കും തിരിച്ചുമുള്ള കപ്പലുകൾക്ക് US ഏർപ്പെടുത്തിയിരുന്ന നാവിക ഉപരോധം പിൻവലിക്കുന്നത് വരെ കടലിടുക്ക് അടഞ്ഞു കിടക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങൾക്ക് ശേഷം പുറത്തുവരുന്ന യുദ്ധ കണക്കുകൾ നോക്കുകയാണെങ്കിൽ യഥാർത്ഥ യുദ്ധഭൂമിയേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു യുദ്ധം ഏറ്റവും കൂടുതൽ അമേരിക്കയ്ക്കാണ് തിരിച്ചടിയാകുന്നത്. അതായത് അമേരിക്കൻ സൈനിക ക്യാമ്പിനെ കുറിച്ചുള്ള പുതിയ വിവരങ്ങളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇറാനെതിരായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള വ്യോമ സൈനിക നടപടികൾ അവസാനിച്ചതിന് ശേഷം പുറത്തു വന്ന റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ കനത്ത തിരിച്ചടിയാണ് രാജ്യം നേരിടുന്നത്. ഈ ഓപ്പറേഷനിൽ അമേരിക്കൻ സേനയ്ക്ക് ഗണ്യമായിട്ടുള്ള നഷ്ടങ്ങളാണ് ഉണ്ടായതായിട്ട് പറയപ്പെടുന്നത്. ഇനി സാങ്കേതിക മേൽക്കുമയും ആഗോള വ്യോമശക്തിയും കൊണ്ട് പ്രശസ്തമായിട്ടുള്ള അമേരിക്കൻ സൈന്യത്തിന് തന്നെ ഇത്രയും നഷ്ടം നേരിട്ടുവെന്ന അവകാശവാദം ആധുനിക യുദ്ധത്തിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന ശക്തമായിട്ടുള്ള സൂചനയായിട്ട് ഇതിനെ കണക്കാക്കപ്പെടുന്നുണ്ട്. എന്തായാലും റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു ഇത്രയും കാലയളവിലെ ദൗത്യത്തിനിടെ അമേരിക്കൻ സേന 13,000-ത്തിലധികം വ്യോമ സഞ്ചാര മിഷനുകൾ നടത്തി. അതായത് ഇത് പരിമിതമായിട്ടുള്ള ആക്രമണമല്ല, സ്ഥിരമായിട്ടുള്ള വ്യോമ സാന്നിധ്യവും നിരീക്ഷണവും ആക്രമണവും അടങ്ങിയ വലിയ തോതിലുള്ള ക്യാമ്പയിൻ ആയിരുന്നു. എന്നാൽ ഈ വൻ സൈനിക നീക്കത്തോടെ കുറഞ്ഞത് 39 വിമാനങ്ങളാണ് അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടത്. ഇതിന്റെ പുറമെ 10 എണ്ണ വ്യവസ്ഥ തോതുകളിൽ കേടുപാടുകൾ സംഭവിച്ചതായിട്ട് പറയുന്നുണ്ട്. ഇനി കണക്കുകളുടെ കൃത്യതയെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വേറെ ഉണ്ടായേക്കാമെങ്കിലും ഇത്തരം റിപ്പോർട്ടുകൾ മാത്രം പോലും യുദ്ധത്തിന്റെ തീവ്രത മനസ്സിലാക്കാൻ മതിയാകുന്നു. അതായത് ഈ നഷ്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് ഡ്രോൺ വിഭാഗത്തിനാണ്. ആധുനിക അമേരിക്കൻ യുദ്ധരീതിയുടെ പ്രധാന ആധാരമായിട്ട് മാറിയിരിക്കുന്നത് മനുഷ്യരിലല്ല, വിമാനങ്ങളിലാണ്. നിരീക്ഷണം, ലക്ഷ്യം കണ്ടെത്തൽ, അത് കൃത്യമായിട്ടുള്ള ആക്രമണം, ദീർഘകാല ആകാശ സാന്നിധ്യം എന്നിവയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന MQ-9A റീപ്പർ പോലുള്ള ഡ്രോണുകൾ യുദ്ധത്തിലും പ്രധാന പങ്ക് വഹിച്ചിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയുടെ വ്യോമസേനയുടെ 24 MQ-9A റീപ്പർ ഡ്രോണുകൾ വരെ നഷ്ടപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. അവർക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. ഇനി മൊത്തം ആക്രമണത്തിന്റെ 60%-ലധികം ഭാഗം ഡ്രോൺ കപ്പലാണ് നിർവഹിച്ചതിനാൽ ഈ ഒരു നഷ്ടം വെറും ഒരു ഉപകരണ നഷ്ടം മാത്രമല്ല, അമേരിക്കൻ യുദ്ധസങ്കല്പത്തിന്റെ ഒരു വലിയ പരീക്ഷണമായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട്. എന്തായാലും ഡ്രോണുകൾക്ക് പുറമെ മനുഷ്യൻ നിയന്ത്രിക്കുന്ന യുദ്ധവിമാനങ്ങളും നഷ്ടപ്പെട്ടു എന്ന അവകാശവാദങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതാണ്. അതായത് 4 F-50E സ്ട്രൈക്ക് ഈഗിൾ ജെറ്റുകളും ഒരു A-10 വാർത്തോഗ് യുദ്ധവിമാനവും ആകാശത്ത് വെടിവെച്ചിട്ട് വീഴ്ത്തിയതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. F-50E അമേരിക്കയുടെ ബഹുമുഖ ആക്രമണശേഷിയുള്ള പ്രധാന യുദ്ധവിമാനങ്ങളിൽ ഒന്നായിരുന്നു. ആഴത്തിലുള്ള ആക്രമണങ്ങൾ, കൃത്യമായിട്ടുള്ള ബോംബിംഗ്, ദീർഘദൂര ദൗത്യങ്ങൾ എന്നിവയ്ക്കായിട്ട് ഇത് ഉപയോഗപ്പെടുത്തിയിരുന്നു. അതേസമയം തന്നെ A-10 വാർത്തോഗ് എന്ന് പറയുന്ന കരസേനയെ അടുത്ത് നിന്ന് പിന്തുണയ്ക്കാൻ രൂപകൽപ്പന ചെയ്ത പ്രശസ്ത പ്ലാറ്റ്ഫോമാണ്. ആ ഒരു തരത്തിലുള്ള വിമാനങ്ങൾ നഷ്ടപ്പെടുന്നു എന്നത് യുദ്ധമേഖല എത്രത്തോളം അപകടകരമായിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവരുടെ യുദ്ധോപകരണം മുഴുവനും നാശത്തിലേക്ക് അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ഒരു രീതിയിലേക്കാണ് ഇറാന്റെ പ്രത്യാക്രമണം നടക്കുന്നത്. ഇനി ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു അവകാശവാദം എന്ന് പറയുന്നത് F-35A എന്ന യുദ്ധവിമാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായിട്ടുള്ള അമേരിക്കയുടെ F-35A യുദ്ധത്തിനിടെ കേടുപാടുകൾ നേരിട്ട ആദ്യ സംഭവമാണിതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അമേരിക്കൻ വ്യോമസേനയുടെ ഏറ്റവും ആധുനിക സാങ്കേതിക പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ F-35 റഡാറുകളിൽ നിന്ന് മറിഞ്ഞ് പ്രവേശിക്കാനും ഉയർന്ന തലത്തിലുള്ള സെൻസർ ഫ്യൂഷൻ ഉപയോഗിക്കാനും കഴിവുള്ള വിമാനമായിരുന്നു. ആ വിമാനത്തിനും കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും അത് സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയെ വെല്ലുവിളിക്കുന്ന പുതിയൊരു പ്രതിരോധ സംവിധാനങ്ങൾ രൂപപ്പെടുന്നുവെന്ന ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്രയും അത്യാധുനിക വിമാനങ്ങൾ കൊണ്ടുവന്നു യുദ്ധങ്ങൾ നടത്തിയിട്ട് അമേരിക്കയ്ക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടാകുന്നത്. എല്ലാം പുഷ്പം പോലെ പൊടിച്ചു കളയുന്ന രീതിയിലാണ് ഇറാന്റെ ആക്രമണത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഏകദേശം 20% സൗഹൃദ വെടിവെപ്പിലൂടെയാണെന്നാണ് ഇതറിയപ്പെടുന്നത്. എന്തായാലും അതിൽ കുവൈറ്റിന് മുകളിലൂടെ 3 F-50E ജെറ്റുകൾ സ്വന്തം സഖ്യകക്ഷികളുടെ വെടിവെപ്പിൽ വീണതായിട്ടും ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും ആധുനിക യുദ്ധത്തിൽ സാങ്കേതിക സംവിധാനങ്ങൾ എത്ര മെച്ചപ്പെട്ടാലും ആശയവിനിമയ പിഴവുകൾ, തിരിച്ചറിവുകൾ, തെറ്റുകൾ, യുദ്ധത്തിന്റെ വേഗത, ഒരേ സമയം നിരവധി പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്നത് എന്നിവ മൂലം ഇത്തരത്തിലുള്ള
അപകടങ്ങൾ ഒഴിവാക്കുക എളുപ്പമല്ല. ഇത് വീണ്ടും അതിനെ ഓർമ്മപ്പെടുത്തുന്നു. അത് വലിയ നാശനഷ്ടം ഉണ്ടാക്കുമെന്നും ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും ഇറാനിയൻ പ്രദേശത്തിനുള്ളിൽ നടന്ന യുദ്ധത്തിരച്ചിൽ രക്ഷാദൌത്യത്തിനിടെ ചില അമേരിക്കൻ ആസ്തികൾ മനഃപൂർവ്വം നശിക്കപ്പെട്ടു എന്ന വിവരങ്ങളും റിപ്പോർട്ടുകളിലുണ്ട്. ഇത് സാധാരണമായിട്ട് അത്യന്തം രഹസ്യ സാങ്കേതിക വിദ്യകൾ ശത്രുവിന്റെ കൈവശമാക്കാതിരിക്കാൻ സൈന്യം സ്വീകരിക്കുന്ന അവസാന മാർഗമാണ്. എന്തായാലും വിമാനം തകർന്നാലോ അടിയന്തരമായിട്ട് ഇറക്കിയാലോ അതിലെ സെൻസറുകൾ, കോഡ് സംവിധാനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ എന്നിവ പിടിച്ചെടുക്കപ്പെടാതിരിക്കാനാണ് ഇത്തരം നടപടികൾ ഇവർ സ്വീകരിക്കുന്നത്. എന്തായാലും യുദ്ധം വെറും ഒരു ആക്രമണവും പ്രത്യാക്രമണവും അല്ല, വിവരവും സാങ്കേതിക വിദ്യയും സംരക്ഷിക്കുന്ന മറയുദ്ധവുമാണ്. എന്തായാലും നഷ്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയപ്പെടുന്നത് ഈ 3G സെന്ററി വിമാനത്തിന്റെ നാശമാണ്. ഇത് സാധാരണ യുദ്ധവിമാനമല്ല, മറിച്ച് ആകാശത്തിൽ നിന്ന് മുഴുവൻ യുദ്ധമേഖലയെ നിയന്ത്രിക്കുന്ന ഫ്ലൈയിങ് കമാൻഡ് സെന്റർ ആണ്. എന്തായാലും റഡാർ നിരീക്ഷണം, വ്യോമ ഭീഷണി മുന്നറിയിപ്പ്, ആക്രമണ നിയന്ത്രണം, സൗഹൃദ ശത്രു തിരിച്ചറിയൽ എന്നിവയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഈ വിമാനത്തിന്റെ നഷ്ടം യുദ്ധത്തിൽ കമാൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ പോലും സുരക്ഷിതമല്ല എന്ന് കാണിക്കുന്നു. ഈ 3G നഷ്ടപ്പെടുന്നത് പല യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയൊരു തന്ത്രപരമായിട്ടുള്ള ആഘാതം അമേരിക്കയെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത് അമേരിക്കയ്ക്ക് ഈ പറയുന്നത് പോലെ തന്നെ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാനാകുന്നില്ല. അമേരിക്ക കൊണ്ടുവരുന്ന അത്യാധുനിക വിമാനങ്ങൾ എല്ലാം തന്നെ ഒരു ഞൊടിയിടിയിൽ നശിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അതിനെ ഒരു പൊടിച്ചു കളയുന്നത് പോലെയാണ് ഇറാന്റെ ചിലവ് കുറഞ്ഞ അവരുടെ ആ ഡ്രോണുകളും മിസൈലുകളും വഴി ഉണ്ടാകുന്നത്. എന്തായാലും ഇത്തരം നീക്കമാണ് മുന്നോട്ട് നടക്കുന്നത്. ഇതിനിടയിലാണ് ഈ പറയുന്നത് പോലെ തന്നെ സമാധാന ചർച്ചയ്ക്കായിട്ട് അമേരിക്ക രംഗത്തെത്തുന്നത്. പക്ഷെ ഉപരോധം അത് കഠിനമായിട്ട് തന്നെയാണ് ഈ ഇറാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഈ പറയുന്നത് പോലെ ഹോർമുസ് അടച്ചിട്ടിരിക്കുന്നത്. എന്തായാലും അവിടുത്തെ ഉപരോധം തുടങ്ങുമ്പോൾ അവിടെ നിന്ന് അമേരിക്ക പിന്മാറിയില്ലെങ്കിൽ അത് വീണ്ടും അടച്ചിടും. അല്ലെങ്കിൽ അമേരിക്കയ്ക്കൊപ്പം, അല്ലെങ്കിൽ അമേരിക്കയെ യാതൊരു വിധ അനുമതിയും ഇല്ലാതെ അമേരിക്കയിലേക്ക് പോകുന്ന ഏതൊരു കപ്പലിനെയും. അതുകൊണ്ട് തന്നെയാണ് വലിയ സമാധാന ചർച്ചയ്ക്ക് ഇപ്പോൾ മുൻതൂക്കം കൊടുക്കുന്നത്. എന്തായാലും ഈ ഒരു യുദ്ധത്തിൽ ട്രംപ് പരാജയപ്പെട്ടു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.